പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സംസ്ഥാനത്തെ 3000-ൽ പരം ഹോട്ടലുകൾ അടച്ചിടുവാൻ നീക്കം. വില കുറയ്ക്കാതെ ചെറുകിട കച്ചവടക്കാർക്ക് മുന്നോട്ടു പോകുവാനാകില്ലെന്ന് വിലയിരുത്തൽ. ജൂൺ 1-നകം പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകളുമായി സഹകരിച്ച് നീങ്ങുവാനാണ് ശ്രമം. പാചകവാതക പ്രതിസന്ധി നേരിടുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഓയിൽ കമ്പനികളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. മുൻഗണനാ സ്ഥാപനങ്ങളുടെ പട്ടിക പൊതുവിതരണ വകുപ്പ് ഓയിൽ കമ്പനികൾക്ക് കൈമാറും. മുൻഗണനാ മേഖലകളിലും സ്കൂൾ, കോളേജ്, ഹോസ്റ്റലുകൾ, ഗസ്റ്റ് ഹൌസുകൾ, സർക്കാർ പൊതുമേഖല ഓഫീസ്, ക്യാമ്പസിലെ ക്യാന്റീനുകൾ എന്നിവയിലും മുൻഗണന നൽകി വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യുവാൻ തയ്യാറാകണമെന്ന് സർക്കാരിന്റെ അഭ്യർത്ഥന അനുകൂലമായി പരിഗണിക്കാമെന്ന് ഓയിൽ കമ്പനികൾ അറിയിച്ചു. എണ്ണ കമ്പനികൾ ഗാർഹികേതര ഉപഭോക്താക്കളുടെ വിവരം ഉടൻ സർക്കാരിന് കൈമാറും. സിവിൽ സപ്ലൈസ് വാർ റൂം IT മിഷൻ ടീമിന്റെ പിന്തുണയോടെ ഡാറ്റ വിശകലനം ചെയ്ത് മുൻഗണനാ പട്ടിക തയ്യാറാക്കും. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ആദ്യം സിലിണ്ടർ നൽകണമെന്നും അഭ്യർത്ഥിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.